ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരു സൂപ്പർ വുമൺ ആയിരിക്കാൻ വേണ്ടി നമ്മൾ ലൈഫിൽ മാറ്റേണ്ടതും ഉണ്ടായിരിക്കേണ്ടതുമായ കുറച്ച് ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇതുപോലുള്ള ഈ ശീലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു സൂപ്പർ വുമൺ ആവാൻ പറ്റും. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്കും നല്ലൊരു പോസിറ്റീവ് ഫീല് കിട്ടും. അവർ പറയും എന്തൊരു നല്ലൊരു വ്യക്തിയാണ്, എന്ത് നല്ല ക്യാരക്ടറാണ്, നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണെന്നൊക്കെ പറയും മറ്റുള്ളവരും, അല്ലേ? നമ്മൾ അതിനുവേണ്ടി ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റും. അപ്പം അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ കാണാറില്ലേ, എന്തോ ഭയങ്കര ഒരു ഗമയിലും ഒരു ഒരു നമ്മളിന്ന് കണ്ട ഒരു മൈൻഡില്ലാതെ ഒരു ഗമയിൽ എന്തോ ഈ ലോകം തന്നെ അവരാണ് കീഴടക്കിയ എന്നുള്ളൊരു ഭാവത്തിലാണ് ചില ആൾക്കാരുടെ നടപ്പും പെരുമാറ്റമൊക്കെ, അല്ലേ? പക്ഷെ ചില ആൾക്കാരുണ്ട്, എത്ര പൈസക്കാരാണെങ്കിലും എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഒന്ന് കാണുമ്പോൾ ഒന്ന് ചിരിക്കും. എത്ര പരിചയമില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചിരിക്കും, അല്ലേ? ഒന്ന് ചിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ പരിചയമുള്ളവരൊക്കെയാണ് എന്തേലും ഒന്ന് ചോദിക്കും. അപ്പോൾ ഒരു സന്തോഷമാണിത്, അല്ലേ? നമ്മൾ മനുഷ്യന്മാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിരിക്കുക, ഒന്ന് വർത്തമാനം പറയുക, അതൊക്കെ എന്ന് വെച്ചാൽ ലൈഫിലൊരു സന്തോഷം തന്നെയാണ്. നമ്മളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പം അവർക്കും നമുക്കും അതൊരു മനസ്സിന് സന്തോഷമാണ്. ചിലരാണെങ്കിൽ എന്തൊരു ഗമയും പറയാതെ നമ്മൾ തന്നെ പറയില്ല, ഓ എന്തൊരു ഗമയാ, ഒരു മനുഷ്യരോടൊരു നല്ല രീതിയിൽ പെരുമാറൂല, ഒരു പ്രത്യേക സ്വഭാവമാണ്, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ പറയില്ലേ ചിലരെ കാണുമ്പോൾ. പക്ഷെ നല്ലൊരു പെരുമാറ്റമൊക്കെയാണ്. നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ ചിരിക്കുക, അറിയുന്നവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, ഒന്ന് വർത്താനം പറയുക ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും നല്ലൊരു സ്വഭാവമുള്ളൊരു കൊച്ചല്ലേ, എന്ത് നല്ല സ്വഭാവമാണ്, അല്ലേ? നമുക്കൊരു കുറച്ച് കാലമേ ഉള്ളൂ. ഇന്ന് കണ്ടു, നാളെ നാളെ കണ്ടു, അല്ലേ? അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ചിരിക്കുന്നതിന്, ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം, നമുക്കും സന്തോഷം. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിട്ടയായൊരു ജീവിത രീതിയാണ്. ഇപ്പം നമ്മുടെ വീടായാലും അതുപോലെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുക, നമ്മൾ എടുത്ത സാധനം എടുത്തു കൊടുത്ത് വെക്കുക. നമ്മൾ കുട്ടികളെ ആണെങ്കിലും അത് ശീലിപ്പിക്കും. ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരു ജീവിത രീതി ആകുമ്പം തന്നെ അവിടെ ഒരു നെഗറ്റീവ് ഫീലാണ്. എല്ലാം നമുക്ക് തന്നെ ഒരു മൈൻഡിന് ഒരു മൊത്തം കാണുമ്പോൾ തന്നെ നെഗറ്റീവ് ഫീല് വരും. ഒരു പോസിറ്റീവ് ചിന്താഗതിയും ഒക്കെ ഒരു ഇത് വരണമെങ്കിൽ നമ്മൾ വീട് നല്ല അടുക്കും ചിട്ടയോടെ നമ്മൾ കൊണ്ട് നടക്കുക. എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള എന്തെങ്കിലും ഒരു ഇതൊക്കെ കത്തിച്ച് വെക്കുക. ഒരു നല്ല പോസിറ്റീവ് ഫീല് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിനും സന്തോഷമാണ്, നമ്മുടെ ശരീരത്തിനും നമുക്കൊരു നല്ല എനർജിയും ഉന്മേഷമൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, നമ്മൾ സ്വയം ഒന്ന് നമ്മളെ വിലയിരുത്തി നോക്കുക. നമുക്ക് കുറേ ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ മോശം സ്വഭാവം നമ്മളിൽ തന്നെ കുറേ മാറ്റേണ്ടതായിട്ടുള്ള കുറേ സ്വഭാവങ്ങളുണ്ടാവും. അത് നമ്മളൊന്ന് മനസ്സിലാക്കി അത് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളത് ഒഴിവാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഒഴിവാക്കുക. എന്താണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ മാറ്റാൻ വേണ്ടി ശീലിക്കുക. നമ്മൾ പോരായ്മകളൊക്കെ മനസ്സിലാക്കി നമ്മളത് നന്നാക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ജീവിതത്തിൽ ശീലിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു സൂപ്പർ വുമൻ്റെ ഒരു ലക്ഷണമായിട്ട് മാറും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയറിങ് ആണ്, അല്ലേ? നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ സന്തോഷമായിട്ടുള്ള നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തോടു കൂടി ഇരുന്നാലാണ് നമുക്ക് എപ്പോഴും പോസിറ്റീവ് ഫീലോടെ ഇരിക്കാനും അതുപോലെ നമുക്ക് പുഞ്ചിരിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും എന്താ പറയുക നല്ല അടുക്കും ചിട്ടയോടുകൂടിയൊക്കെ ജീവിക്കാനൊക്കെ പറ്റണേ നമ്മുടെ മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം നമ്മൾ എല്ലാ ദിവസവും അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തി അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ, അതായത് ചിന്തിച്ച് നമ്മുടെ ജീവിതം വെറുതെ പാഴാക്കാതിരിക്കുക. നമ്മുടെ ലൈഫ് ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, നെഗറ്റീവ് ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷവും സങ്കടമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ മാറി മറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് സങ്കടകരമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് പോയിട്ടുണ്ടാകും. അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് അങ്ങനെ വന്നല്ലോ, അല്ലെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ,
അങ്ങനെ ഓർത്ത് നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നമ്മുടെ ജീവിതം കളയാതെ അത് ലൈഫാകുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളൊക്കെ നമ്മളൊന്ന് കേൾക്കുക. അപ്പം അതിനൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാനിങ്ങനെ ചെറിയ മോളിക്ക് 2 കുട്ടികളാണ്. മൂത്ത ആൾ അമ്മ 9ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ ആൾ അല്ലു LKG-യിലാണ്. അപ്പം LKG-യിലെ മോൾക്ക് ഉച്ച വരെയാണ് ക്ലാസ് ഉള്ളത്. മോൾക്ക് 1 മണി വരെ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ സ്കൂളിൽ മോളെ കൂട്ടാൻ പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് കാണാറുണ്ട്, ഒരു കൊച്ചിനെ കാണാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ മോൾക്ക് ആനുവൽ ഡേ എന്തോ സാരസ്വതത്തിൻ്റെ കോമ്പറ്റീഷൻ നടന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം അതിനെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ മോൻ കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മോൻ LKG പഠിക്കുന്നുണ്ട്. അപ്പം അത് പറഞ്ഞില്ല, അങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ലായിരുന്നു, ഹസ്ബൻഡ് പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ദിവസം ഹോസ്പിറ്റലിലായിരുന്നു, ഇങ്ങനെ എന്തൊക്കെയോ ടെസ്റ്റൊക്കെ ചെയ്യാണ്ട് ഭയങ്കര ടെൻഷനിൽ. അപ്പം ഞാൻ പറഞ്ഞു പേടിക്കണ്ട, എൻ്റെ ഹസ്ബൻഡും അതുപോലെ ഹസ്ബൻഡ് ഒരു പ്രാവശ്യം ഇതേപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു, ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ നിന്ന് അവരിങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ എന്നെ ആശ്വസിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി. കാരണം ഞാനിങ്ങനെ ആശ്വസിപ്പിച്ചും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് മാറിക്കോളും, പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമായെന്നറിയാം. ഭയങ്കര സന്തോഷം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മറ്റുള്ളവരൊന്ന് നമ്മൾ ആശ്വസിപ്പിക്കുകയും നമ്മളൊന്ന് അവർക്കൊന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രണ്ട്സിനായാലും നമ്മൾ അറിയുന്ന ആൾക്കൊന്ന് അവരെ ആശ്വസിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാം. അങ്ങനെ 2 ആഴ്ച കഴിയുമ്പോഴത്തേ എൻ്റെ ഹസ്ബൻഡ് അസുഖമൊക്കെ മാറി. ഞാൻ എന്തൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പറഞ്ഞിട്ട്. ഇപ്പോഴും നല്ല എന്നെ കാണുമ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ഇങ്ങനെ പറയും. അപ്പം നമ്മൾ അങ്ങനെ എന്താ പറയുക, നല്ലൊരു സ്വഭാവത്തോടെ ജീവിക്കാൻ നോക്കുക. കാരണം നമ്മളിങ്ങനെ മസിലും പിടിച്ച് മറ്റുള്ളവരെ കാണുമ്പോൾ മിണ്ടാതെ ഇങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറിലാകുമ്പം നമുക്കിപ്പോൾ പണമാണെങ്കിലും വരും പോവും. ഇപ്പം ഇന്ന് പൈസക്കാരന് വേണം പാവപ്പെട്ടവനാവാനും, പാവപ്പെട്ടവന് പൈസക്കാരനാവാനൊന്നും ഒരു നിമിഷം മതി. പക്ഷെ നമ്മൾ എത്ര പൈസക്കാരനാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും നമ്മൾ നല്ലൊരു ക്യാരക്ടറോടുകൂടി ജീവിക്കുക എന്നുള്ള. മറ്റു ചിലർ കാണും നമ്മളിങ്ങനെ ചില ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പം മിണ്ടൂല, നോക്കൂല, വലിയ ഗമയിൽ നിൽക്കും, ഒരു എന്തോ ഒരു ഭാവത്തിൽ നിൽക്കും. അതൊക്കെ നമ്മൾ ചെല്ലുന്നവർക്കും ഒരു നമ്മളെന്തോ പോലെ ആയിപ്പോവും അല്ലേ. എല്ലാം ഒന്ന് പുഞ്ചിരിക്കുക, ഒന്ന് വർത്താനം പറയുക, അതൊക്കെ നല്ലൊരു കാര്യമില്ല. നമുക്ക് ഇത്ര നാളെ നമ്മളുള്ളൂ എന്നുണ്ട്. അപ്പോൾ ആ ഉള്ള ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക. പിന്നെ നമ്മളിങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നെഗറ്റീവ് ചിന്തയൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ പാട്ടൊക്കെ കേട്ട് നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണല്ലോ, നല്ല പാട്ടൊക്കെ കേട്ട് നമുക്ക് ജോലി ചെയ്യുമ്പോൾ നല്ലൊരു ഫീലാണ്. പിന്നെ കഴിഞ്ഞ പോയ കാര്യം നമുക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ജീവിതത്തിൽ നിന്ന് പാഠമാക്കി വെക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ എണീറ്റിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അത് തന്നെ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ, നല്ല പോസിറ്റീവ് ഫീലിങ്സ് ആണ്. മറ്റുള്ളവർ കാണുമ്പോഴാണെങ്കിലും നേരത്തെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അവർക്കും കൂടെ അതുപോലെ ചെയ്യാനും അങ്ങനത്തെ ഒരു ഫീല് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഏണിങ്സ്, ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെറിയൊരു വരുമാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുക. അതിപ്പോൾ നമുക്ക് വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനാണെങ്കിലും നമുക്കത് ഉപകാരപ്പെടും. നമ്മുടെ കാര്യത്തിനാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിനാണെങ്കിലും ചെറിയ ഏണിങ്സ് ഉണ്ടെങ്കിൽ അതിൽ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഏണിങ്സിന് നമ്മൾ ഒരു ഭാഗം നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അത് നമുക്ക് ഭാവിയിലേക്കാണെങ്കിലും വലിയ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നല്ല പെരുമാറ്റം, നല്ല വ്യക്തിത്വമൊക്കെ ഉള്ള ഒരാളായിട്ട് നമ്മൾ ജീവിക്കുക. അല്ലാതെ തീരെ ഇങ്ങനെ ആൾക്കാരോടൊന്നൊരു ചില ആൾക്കാർ കാണും, അയൽവക്കക്കാരോടാണെങ്കിലും ഒരാൾക്കാരോടാണെങ്കിലും നല്ലൊരു പെരുമാറ്റമൊന്നും ആയിരിക്കില്ല. അവർക്ക് എന്താവശ്യം വന്നാലും അപ്പോൾ ആൾക്കാർക്കാണെങ്കിലും അവരൊന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനും തോന്നില്ല. അല്ല, നമ്മളെല്ലാ അയൽവക്കക്കാരോടാണെങ്കിലും എല്ലാവരും നല്ല പെരുമാറ്റമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആൾക്കാർ ഓടി വരും. അപ്പം അങ്ങനെ നല്ലൊരു വ്യക്തിയായിട്ട് മാറുക. പിന്നെ നമ്മൾ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ദിവസത്തിൽ കുറച്ച് സമയം കുട്ടികളോടൊപ്പം ആണെങ്കിലും ഹസ്ബൻഡിനോടൊപ്പം ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുക. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഒരു സൂപ്പർ വുമണായിട്ടിരിക്കുക. നമ്മൾ വീട്ടമ്മമാരാണ്, നമ്മളാണ് ആ വീട്ടിൽ എന്താ പറയുക, ഒരു വീട്ടിലെ വിളക്കെന്നാണ് പറയുക അല്ലേ നമ്മൾ സ്ത്രീകളെ. അപ്പം നമ്മളിങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആ വീട്ടിലുള്ള ആ സ്ത്രീകൾ നല്ല രീതിയിൽ
ആയാലാണ് ആ കുടുംബം നല്ലൊരു രീതിയിലായിട്ട് പോകുന്നത്. നമ്മളുടെ ഒരു പെരുമാറ്റം അത് കണ്ടാണ് നമ്മളെ കുട്ടികളൊക്കെ പഠിക്കുന്നത്. അമ്മയുടെയൊക്കെ കൂടുതൽ സമയം നമ്മുടെ കൂടെയാണ് ആയാലും ചെലവഴിക്കുന്നത്. അപ്പം നമ്മൾ നല്ല പെരുമാറ്റം, നമ്മുടെ ക്യാരക്ടർ നമ്മളത് കണ്ടിട്ടായിരിക്കും അവർ ഒക്കെ ഫോളോ ചെയ്ത് പോണത്. കൂടുതൽ സമയം നമ്മൾ അച്ഛന്മാരെക്കാളും കൂടുതൽ സമയം നമ്മളെ കൂടെയാണ് കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ആ ഒരു പെരുമാറ്റം കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. ചെറുപ്പം മുതലേ അവരതാണ് കാണുന്നത്. അപ്പം അതാണത് അവർ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ നമ്മുടെ വിളക്കായ നമ്മൾ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടെയും നല്ല കാര്യങ്ങളും നമ്മളെ പ്രവൃത്തികളും ഒക്കെ ചെയ്ത് നമ്മളെ കുടുംബത്തിനെയും നമ്മുടെ കുട്ടികളെയൊക്കെ നല്ലൊരു വ്യക്തികളായിട്ട് വളർത്തിയെടുക്കുക. അങ്ങനെ എല്ലാവരും ഈ ശീലങ്ങളൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലൊരു സൂപ്പർ വുമണായിട്ട് മാറാൻ പറ്റും. അപ്പം എല്ലാവരും നല്ലൊരു വ്യക്തിയായി മാറി നല്ല സൂപ്പർ ലേഡി ആവാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.